നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും. കൂടാതെ ഓൺലൈൻ UPS ലിഥിയം ബാറ്ററി, വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്, ഇൻവെർട്ടർ, ബാറ്ററി, ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സോളാർ, വാട്ടർ പ്യൂരിഫയർ, CCTV എന്നിവയുടെ മികച്ച ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം, അതും കുറഞ്ഞ ചെലവിൽ. ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ്, മേപ്പാടം, ചേലക്കര. ഫോൺ 6238311212. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. ഒരു നഴ്സ് കൂടി എത്തിയതോടെയാണ് കിടത്തി ചികിത്സ പുനരാരംഭിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള 2 വിഭാഗങ്ങളും തുറന്നു നൽകിയിട്ടുണ്ട്. നിലവിൽ 15ഓളം ആളുകൾ ഇപ്പോൾ കിടത്തി ചികിത്സ വിഭാഗത്തിലുണ്ട്. 5 ഡോക്ടർമാരും 7 നഴ്സുമാരുമാണ് ഇപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിലുള്ളത്. കിടത്തി ചികിത്സ വിഭാഗത്തിൽ ഒരു നഴ്സിനാണ് നിലവിൽ പരിചരണ ചുമതല. എന്നാൽ അവർ അവധിയാകുന്ന ദിവസങ്ങളിൽ നഴ്സുമാരില്ലാതെ ജീവനക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രതിദിനം 300 മുതൽ 400 വരെ രോഗികളെത്താറുള്ള ആശുപത്രിയിൽ 32 കിടക്കകളുള്ള കിടത്തി ചികിത്സാ വിഭാഗമാണുള്ളത്. മാസങ്ങൾക്ക് മുൻപ് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചുവെങ്കിലും ഈ ജീവനക്കാർ പോയതോടെ കിടത്തി ചികിത്സാ വിഭാഗം അടച്ചിടുകയായിരുന്നു. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു നഴ്സിനെ നിയോഗിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചത്. മഴക്കാലമായതിനാൽ ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്ക് കിടത്തി ചികിത്സ ആവശ്യമായി വരാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നഴ്സിംഗ് ജീവനക്കാരില്ലാത്തതാണ് കിടത്തി ചികിത്സാ വിഭാഗം ആരംഭിക്കാനുള്ള പ്രതിസന്ധിയെന്ന് ആരോഗ്യ വിഭാഗം പറയുന്നു. ഷൊർണൂരിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി കിടത്തി ചികിത്സ ഇല്ലാതായതോടെ പലരും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ്, മറ്റ് സ്വകാര്യ ആശുപത്രികൾ എന്നിവയെയാണ് ആശ്രയിച്ചിരുന്നത്. കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് നഗരസഭ നിരവധി ഇടപെടലുകൾ നടത്തിയെന്നും പരിമിതമായ സൗകര്യങ്ങളാണ് നിലവിലുള്ളതെങ്കിലും താൽക്കാലികമായ ആശ്വാസം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സ തുടങ്ങിയതിലൂടെ ലഭിക്കുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. പിന്നീട് നമ്മൾ പാലക്കാടെല്ലാം ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് മെഡിക്കൽ ഓഫീസർ കൂടി താല്പര്യമെടുത്തുകൊണ്ട് നമുക്ക് ആ IP തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണെങ്കിലും നമ്മുടെ രോഗികൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം ലഭിക്കാൻ ഉതകുന്ന ഒന്നാണ് ആരംഭിച്ചിട്ടുള്ള IP എന്ന് പ്രത്യേകം പറയുകയാണ്. എന്തായാലും അത് മുടങ്ങാതെ കൊണ്ടുപോകണമെന്നാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. കിടത്തി ചികിത്സയ്ക്കായി ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവസാന പണികൾ ഇനിയും കെട്ടിടത്തിൽ പൂർത്തിയാക്കാനുണ്ട്. കെട്ടിടം തുറന്നു നൽകിയാൽ കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ ആളുകൾക്ക് കിടത്തി ചികിത്സ നൽകാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച 4169 ചതുരശ്രയടി വിസ്തൃതിയുള്ള കെട്ടിടം ഇപ്പോഴും ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ.